ദൂതന്മാരുടെ ദൈവത്തിന് ന്യായം മാത്രമേ ഉള്ളൂ. മനുഷ്യനോട്, നമ്മളോട് ദൈവത്തിന് ന്യായം മാത്രമല്ല, സ്നേഹം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ദൈവം പെട്ടെന്ന് ശിക്ഷിക്കാത്തതിൻ്റെ കാര്യം. കാരണം മെയിൻ ദൂതനായ ലൂസിഫർ അത്യുന്നതൻ്റെ മുകളിൽ ഞാൻ കയറുമെന്ന് ചിന്തിച്ചപ്പം തന്നെ കർത്താവ് അവനെ അവിടുന്ന് പുറത്താക്കി. കാരണം ഭയങ്കര ന്യായവിധി ഇവനുണ്ടായി ചിന്തിച്ചപ്പം തന്നെ. ദൂതന്മാർക്ക് ന്യായവിധി ദൈവം കൊടുക്കും. അതുകൊണ്ട് എബ്രാഹിം നമ്മൾ വായിക്കുന്നുണ്ട്, ദൂതന്മാരെ കരുതുവാൻ വേണ്ടിയല്ല അവൻ വന്നത്, യേശു വന്നത്, മനുഷ്യന് വേണ്ടി യേശു വന്നത്. അപ്പോൾ ദൂതന്മാരെക്കാളും പ്രാധാന്യപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന് മുന്നിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം, ഭയങ്കര സ്നേഹം മനുഷ്യനോട്, ഭയങ്കര സ്നേഹം മനുഷ്യനോട്. നിങ്ങളൊന്ന് യേശുവിനെ സ്നേഹിച്ച് നോക്കിക്കുക, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളോട്ട് നമ്മളെ കൊണ്ടുപോകും. അന്നേരം നമുക്ക് പിടികിട്ടത്തുള്ളൂ യേശുവിൻ്റെ സ്നേഹം എത്രമാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനോട് എത്രമാത്രമാണ്, ഒന്നിനെ പിടികിട്ടത്തുള്ളൂ.